ടാങ്കിൻ്റെ അടുത്തേക്ക് വണ്ടി വരികയാണ്. അതിൽ പോകുന്ന പ്രഷറിലേക്ക് തട്ടുകയാണ്. ഇതാണ് നമ്മളെ ടാങ്ക്. ഒരു 1000-1500 അടി ടാങ്കിൽ കൊള്ളും. ബോളറാട്ടോ, ഇത് ബോളറാണ് ഇപ്പം ചാടിക്കുന്നത്, വലിയ ബോളർ. ഇനി ഇത് വേറൊരു മെഷീനിലേക്ക് നേരെ അടിയിലൂടെ പോവും. മെഷീനിലേക്ക് ഇറങ്ങുകയാണ്. അരച്ച് പൊടിച്ച് ഇതിലേക്ക് ചാടിക്കുകയാണ്. ഇനി വേറെ കോൺ ക്രഷർ, മെറ്റൽ ഇതൊക്കെ പൊടിക്കുന്നതിലേക്ക് വീണ്ടും വേറൊരു കൺവെയറിലൂടെ അങ്ങനെ പോകും. വേറെ ആ പൊടിച്ച സാധനം വേറൊരു കൺവെയറിലേക്ക് വീണ്ടും കോൺ ക്രഷറിലേക്ക് ചാടുകയാണ്. ഇതാണ് വലിയ സംഭവമാണ്. ഇതൊക്കെ നേരിട്ട് കാണും. ഇതാണ് കോൺ ക്രഷർ. ഇത് കോൺ ക്രഷറിലേക്ക് ചാടുകയാണ്. ഇതാണ് ക്രഷർ. ഇതിലാണ് എല്ലാം പൊടിക്കുന്ന സാധനം. പിന്നെ ഇത് പോയി ഒരു വൈബ്രേറ്ററിലേക്ക് ചെന്നിട്ട് അവിടുന്ന് തരിച്ചിട്ട് മെറ്റൽ 6 പൊടി എല്ലാം വേർതിരിക്കും. ഇതിലാണ് മെയിൻ. ഇതാണ് പൊടിക്കുന്ന സാധനം. ഇത് അരച്ച് വിടും സോളിങ് ഇട്ടിട്ട്. ഇതാണ് കോൺ ക്രഷർ. ഇതിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ ആണത്. ഇനി നേരെ ഇത് വൈബ്രേറ്ററിലേക്ക് പോകും. കോൺ ക്രഷറിൻ്റെ അടിയിൽ നിന്ന് പൊടിച്ചത് വരുന്നതാണ്. ഇനി അടുത്തത് വൈബ്രേറ്ററിലേക്ക് പോവാണിത്. ഇപ്പം നേരെ മേലേക്ക് വൈബ്രേറ്ററിലേക്ക് പോവാണ്. തരിക്കണൊരു മെഷീനുണ്ട് മേലെ. അത് നേരെ വൈബ്രേറ്ററിലേക്ക് ചാടുകയാണ്. പ്രൊപ്പല്ലർ എന്ന ഒരു മെഷീനാണ്. അതിലേക്ക് ചാടും. അതാണ് വൈബ്രേറ്ററിൻ്റെ മെഷീൻ. അതിലേക്ക് ചാടുകയാണ്. അതിലേക്ക് ചാടിയിട്ട് അവിടുന്ന് തരം തിരിച്ച് പിന്നെ കൊണ്ടുവരിക. ഇതാണ്. പിന്നെ അവിടുന്ന് തിരിച്ച് ഓരോ ടാങ്കിലേക്കും ഇതിലേക്കും ഓരോ സാധനം മെറ്റീരിയൽസ്. ആദ്യത്തെ സാധനമാണ് 6-12 പൊടി മിക്സ് ആയിട്ടുള്ളൊരു സാധനം ടാങ്കിലേക്ക് പോകുന്നു. ഇനി അടുത്തത് വേറെ വരാനുണ്ട്, പാറപ്പൊടി. ഇത് പാറപ്പൊടിയാണ് ഇത് പോകുന്നത്. ഇതാണ് പാറപ്പൊടി. അടുത്തത് 1.5 ഇഞ്ച് മെറ്റൽ ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് 1.5 ഇഞ്ച് കേട്ടോ. 1.5 ഇഞ്ച് 1 ഇഞ്ച് 1.5 ഇഞ്ച് 1 ഇഞ്ചും പിന്നെ വേറൊരു വൈബ്രേറ്റർക്കും കൂടി പോകണം, എന്നാലുള്ളത് റെഡി ആവുള്ളൂ. അതിപ്പോൾ പോകുന്നുണ്ട്. കാണിച്ചിടാം. മെറ്റൽ എല്ലാം പോകുന്നുണ്ട്. ആ വൈബ്രേറ്ററിന് അരിച്ച് വരുന്നതാണ് ഓരോരോ ഐറ്റംസ് സാധനം. ഇത് നേരെ വേറൊരു വൈബ്രേറ്ററിലേക്കാണ് പോകുന്നത്. അതിന് 1.5 1 ഇഞ്ചും പിടിക്കും. പിന്നെ അതിനൊരു ഓവർ വരുന്നത് വീണ്ടും വേറൊരു വൈബ്രേറ്ററിലേക്ക് പോകും. ഇതാണ് ആ വൈബ്രേറ്റർ. ഇതിലാണ് 1.5 1 ഇഞ്ചും മാറ്റി വിടുന്നത്. ഇതാണ് 1.5 ഇഞ്ച്. ഇതൊരു ടാങ്കിലേക്ക് ചാടും. 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 40 mm. ഇത് നേരെ ഒരു ടാങ്കിലേക്ക് ചാടും. പിന്നെ അവിടുന്ന് വണ്ടിയിൽ കയറ്റി പോവാണ്. ഇതിൻ്റെ അടിയിൽ വേറൊരു നെറ്റ് ഉണ്ട്, 30 mm പറഞ്ഞത്. അത് ഇതിൻ്റെ അടിയിലേക്ക് വേറെ ടാങ്കിലേക്ക് ചാടും. വളരെ സിസ്റ്റമാറ്റിക് ആണ്. ഓക്കെ. പിന്നെ ഇതിൽ ഓവർ വരുന്നത് നേരെ റിട്ടേൺ മേലേക്ക് അവിടെ വൈബ്രേറ്ററിലേക്ക് വീണ്ടും പോയി ചാടുകയാണ്. ഇനി ഇത് മെറ്റലാട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനുള്ള സാധനവും ചിലവാകുന്ന സാധനമാണ് മെറ്റൽ. അതാണ് പോയത്. വീണ്ടും ഒന്നുകൂടി കാണിക്കാം. മെറ്റൽ. ഇതാണ് ആ മെറ്റൽ. 1.5 ഇഞ്ചിൻ്റെ അടിയിൽ. പിന്നെ ഇതാണ് 12 ചാടുന്നത്.
12 6M ആണ് ടാങ്ക്. ആ പൊടിൻ്റെ ടാങ്കിലേക്ക് വരുന്നതാണിത് കേട്ടോ. ഇനി അടിയിൽ ഓപ്പൺ ആക്കിയാൽ വണ്ടി ഉണ്ടാവും, ആവശ്യക്കാർക്ക് കയറ്റി കൊണ്ടുപോകാം. ഇതൊരു മെറ്റലും ഇത് 6M, മേലത്തെ 6M, അടിയിൽ മെറ്റൽ, 2 ടാങ്ക് വേറെ ഉണ്ട്. ആ ടാങ്കിലേക്ക് ചാടിക്കുകയാണ് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിക്കാർ താഴത്ത് വെയിറ്റ് ചെയ്യാൻ ഓരോ സാധനങ്ങളും കയറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ആവണത് കയറ്റി പോകുന്നുണ്ട്. ഇത് അവിടെ പൊടി കയറ്റുന്നുണ്ട്, ആ പൊടി മിക്സായത് ലോഡ് ചെയ്യുന്നതാണിത്. തൊട്ടപ്പുറത്ത് മെറ്റലിൻ്റെ ടാങ്കാണ് ഇത്. 1.5 ഇഞ്ച് 1 ഇഞ്ച് 12ൻ്റെ ടാങ്ക് സൈഡിലുണ്ട്. ഇത് നമ്മളെ ഡ്രൈവറാട്ടോ, നമ്മളെ ക്രഷറിൻ്റെ മെയിൻ ഡ്രൈവറാണ്. ഇത് ഓരോ വണ്ടി ലോഡായി. ഇത് 1.5 ഇഞ്ച് ലോഡായി. അത് 1 ഇഞ്ച് ഓപ്പൺ ആക്കുന്നത്, 30mm ഓപ്പൺ ആക്കുന്നതാണത്. ടാങ്കിൽ ലോഡായി വരുന്നതാണ്. ടാങ്ക് ഓപ്പണാക്കി വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നു. അല്ലേ, അതാണ് 30mm ആണ്. പിന്നെ അതേപോലെ ഒരു വണ്ടി ലോഡായി പോയി. അങ്ങനെയൊക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.